ഓരോ ബ്രാൻഡ് വാഹനത്തിനും ഒരു യുണീക്ക് കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർഡ് എക്കോസ്പോർട്ടാണ്. ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ വാഹനങ്ങൾ ഒട്ടുമിക്ക വാഹനങ്ങൾ നിരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു സ്പെഷ്യൽ കളർ വാഹനങ്ങളായിരിക്കും കൂടുതൽ വാഹനങ്ങൾ നിരത്തിൽ കാണാൻ സാധിക്കുക. അല്ല, നിങ്ങൾ മറ്റു വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ കളർ, ആ ഒരു ടൈപ്പ് കളേഴ്സ് വാഹനങ്ങൾ ഒട്ടനവധി വാഹനങ്ങൾ നമുക്ക് നിരത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വാഹനത്തിൻ്റെ കളർ, ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ഒരു എക്കോസ്പോർട്ട് വാഹനമാണ് നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഓറഞ്ച് കളർ മറ്റൊരു ബ്രാൻഡിൻ്റെ മറ്റൊരു വാഹനത്തിലേക്ക് കിടക്കുമ്പോൾ അത് ആ വാഹനത്തിന് ചിലപ്പോൾ സൂട്ടായിക്കൊള്ളുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ നേച്ചറും അതൊക്കെ അനുസരിച്ച് ഒരു വാഹനത്തിന് അനുയോജ്യമായിട്ടുള്ള കളറാണ് പിന്നെ കമ്പനി ഡിസൈൻ ചെയ്യുന്നതും അതാണ് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് പല വാഹനങ്ങൾക്കും പല രീതിയിലുള്ള കളർ ചോയ്സുകൾ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഒരു അടിപൊളി CVT ഓട്ടോമാറ്റിക്കിൽ വരുന്നൊരു എക്കോസ്പോർട്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എക്കോസ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കോക്പിറ്റ് സീറ്റ് തന്നെയാണ്. ആ ഒരു കോക്പിറ്റ് സീറ്റിൽ നമുക്ക് നമ്മൾ ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിൽ അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ വന്നിട്ട് നല്ല യാത്ര കംഫർട്ട്, നല്ല നമുക്ക് റോഡ് കറക്റ്റായിട്ട് നമുക്ക് വിഷൻ കണ്ടിട്ട് നമുക്ക് കറക്റ്റായിട്ട് വ്യൂ പിന്നെ തരുന്ന ഒരു വാഹനമാണ് എക്കോസ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് എന്നുള്ള സംഭവം നല്ല അനായാസം നമുക്ക് ഈസി ആയിട്ട് നല്ല കംഫർട്ട് ലഭിക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റാണ്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നു. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഡുവൽ ടോണിൽ വരുന്ന ഡാഷ്ബോർഡ് കാര്യങ്ങൾ, സ്റ്റെയറിംഗ്, അതേപോലെ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം വരുന്നു. CVT ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ലഭിക്കുന്നു. ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ ക്ലൈമറ്റ്, AC, സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു. അങ്ങനെ എന്തുകൊണ്ടും നല്ല ഒരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം, അതും CVTയിലൊക്കെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണിത്. എക്സ്റ്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എക്സ്റ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷൻ വരുന്നൊരു വാഹനം. ഈ എക്കോസ്പോർട്ടിൻ്റെ ഈ ഒരു കളർ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളൊരു വാഹനമാണ് എക്കോസ്പോർട്ടിൻ്റെ ഓറഞ്ച് കളർ. കാരണം കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു കളർ കോഡാണ്, ഒരു കളർ തീമാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നിരത്തിൽ ഈ ഒരു ടൈപ്പ് കളേഴ്സ് വാഹനങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. KL07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ആ ഒരു ഫ്രണ്ട് ഫേസും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക്, നല്ലൊരു ആ ഒരു പ്രൗഡി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. വാഹനത്തിൻ്റെ വില വരുന്നത് 6,25,000 രൂപ. 6,10 നിങ്ങൾക്ക് നെറ്റ് പ്രൈസിൽ ഈ ഒരു CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന എക്കോസ്പോർട്ട് വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു i20 വാഹനം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2014 മോഡലിൽ നിൽക്കുന്ന മാഗ്ന എന്ന വേരിയൻ്റിൻ്റെ വാഹനം. ഞാൻ നേരത്തെ കളറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ i20ക്കും ഒരു യൂണിക് കളറുണ്ട്, റെഡ് കളറാണ് ഒത്തിരി പേര് i20യിൽ പ്രിഫർ ചെയ്യാറ്. എന്നാൽ നേരെ മറിച്ച് ഈ എക്കോസ്പോർട്ടിലേക്ക് ഒരു കളർ ഒരിക്കലും മാച്ച് ആവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചുരുക്കി പറഞ്ഞ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഭാഗം കൂടി. കാരണം നമ്മുടെ മൈൻഡിൽ ഓൾറെഡി സെറ്റാണ് i20ക്ക് ഈ ഒരു കളറാണ് സൂട്ട് നമ്മളൊരു മൈൻഡ് സെറ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമുക്കത് ആ ഒരു വാഹനത്തിന് ആ ഒരു കളർ നമുക്ക് സൂട്ടായിട്ട് തോന്നും, മറ്റൊരു വാഹനത്തിന് അത് സൂട്ടാവാതൊക്കെ തോന്നും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. 14 മോഡൽ മാഗ്ന എന്നുള്ള വേരിയൻ്റിൽ KL54 രജിസ്ട്രേഷനിൽ ഇരുന്ന വാഹനമാണ്. പൊന്നാനി രജിസ്ട്രേഷനിൽ ഇരുന്ന വാഹനം. ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനാണ്, 1.2 ലിറ്ററിൽ നിന്ന് പെട്രോൾ എഞ്ചിന്. ഒരു 13 to 15 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനം കൂടിയാണിത്. 8343 എന്നുള്ളൊരു ഫാൻസി നമ്പറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതും ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,85,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ്, ഒരു 35,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹാച്ച് ബാക്ക്, ഹ്യുണ്ടായിൻ്റെ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ എലൈറ്റ് i20, ഒരു അടിപൊളി ഫോർഡിൻ്റെ SUV സെഗ്മെൻറ്റിൽ CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ നിന്നൊരു എക്കോസ്പോർട്ടും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. രണ്ട് വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടുമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലത്തെ ക്വാളിറ്റി വാഹന വിശേഷങ്ങൾക്ക് മാത്രം ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.